നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ടോൾ പിരിവ് അവിടെ വലിയൊരു പ്രശ്നമാവുകയാണ് കാസർഗോഡ്. അത് വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്താനാണ് BJP ആലോചിക്കുന്നത്. BJPയുടെ A ക്ലാസ് മണ്ഡലമായ മഞ്ചേശ്വരത്ത് ദേശീയപാത അതോറിറ്റിയുടെ താൽക്കാലിക ടോൾ പിരിവ് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് UDF-ഉം LDF-ഉം. കുമ്പള ആരിക്കാടിയിൽ വൻ തുക ഈടാക്കിക്കൊണ്ടുള്ള ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റിക്കൊപ്പം അനിശ്ചിതകാല സത്യഗ്രഹ സമരവുമായി AKM അഷ്റഫ് MLA രംഗത്ത് വന്നത് BJPക്ക് പ്രതിസന്ധിയായേക്കും. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തിങ്കളാഴ്ച മുതലാണ് യൂസർ ഫീ ഈടാക്കി തുടങ്ങിയത്. ആക്ഷൻ കമ്മിറ്റിയുടെ സമരം ഇന്ന് 3ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. കുമ്പള ടോൾ പ്ലാസയ്ക്കെതിരെ ജനകീയ സമരസമിതി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ AKM അഷ്റഫ് MLA ഇത്തരത്തിൽ സത്യാഗ്രഹ സമരം, അതായത് അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് തീരുമാനം. നമ്മോടൊപ്പം AKM അഷ്റഫ് MLA തന്നെ ചേരുന്നു. എന്താണ് ഇപ്പോൾ ഈ ഒരു സത്യാഗ്രഹ സമരമായി മുന്നോട്ട് പോകാനുള്ള പ്രധാന കാരണം? NH-ന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രയാസങ്ങൾ നിയമസഭയിലും ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ ഞങ്ങളൊക്കെ പെടുത്തിയിരുന്നു. കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന് ഇവിടെ ഇതിൻ്റെ ഈ സത്യാഗ്രഹത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അദ്ദേഹം ഇവിടെയുണ്ട്. MP അടക്കമുള്ള ആളുകൾ. ആ പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായി ഇന്ന് വരെ ഇതിൻ്റെ പണി പൂർത്തിയാക്കുമ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിനിടയിലാണ് എല്ലാവർക്കും അറിയാം 60 കിലോമീറ്ററിന് ശേഷം പെരിയയിൽ നിർമ്മിക്കേണ്ട ടോൾ ബൂത്ത് അപ്പുറത്തറിയിച്ച് പൂർത്തിയായില്ല എന്ന കാരണം കൊണ്ട് താൽക്കാലികം എന്ന പേരിലൂടെ 20 കിലോമീറ്ററിനിടയിൽ വീണ്ടും തലപ്പാടിക്ക് ശേഷം ഒരു ടോൾ ബൂത്ത് നിർമ്മിക്കാനുള്ള ശ്രമം തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും, അന്ന് ഉദുമ MLA ഉണ്ട്, കാസർഗോഡ് MLA ഉണ്ട്, ഞാനുണ്ട്, MP ഉണ്ട്. ഇതിൻ്റെ സമരം ആദ്യം തുടക്കം കുറിക്കുന്നത് ഞങ്ങളാണ്. പിന്നീട് കുമ്പള പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ചേർത്തുകൊണ്ട് ഞങ്ങൾ സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. മുട്ടേണ്ട വാതിലുകൾ മുഴുവനും മുട്ടി. കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. നല്ല പ്രതീക്ഷയിലാണ്. അതിനിടയിൽ ധിക്കാരപരമായി അഹങ്കാരത്തോടു കൂടി കോടതിയെ പോലും ബഹുമാനിക്കാതെ NHI ഇന്നലെ ഇവിടെ ടോൾ ബൂത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു സമരം നടന്നു. ഇന്ന് അനിശ്ചിതകാല സമരം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും പാണക്കാട് സാദിഖ് അലി ശിഹാബ് കുഞ്ഞാൾ സാഹിബിന്റെ പെർമിഷനോടുകൂടി ഞാൻ ഇവിടെ ഇന്ന് സത്യാഗ്രഹം അനിശ്ചിതകാല സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം, ഇത് അന്യായമാണ്. ഒരു കാരണവശാലും ഈ ടോൾ ബൂത്ത് ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം 20 കിലോമീറ്ററിനിടയിൽ 2 ടോൾ കൊടുക്കാൻ ഞങ്ങളുടെ നാട്ടുകാർക്ക് കഴിയില്ല. ഈ സമരം വിജയം കാണും. ഇതൊരു തുടക്കം മാത്രമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി മഞ്ചേശ്വരത്തെയും കാസർകോട്ടെയും ജനങ്ങൾ ഇതിനെ ഏറ്റെടുക്കും. BJPക്കാർ മാത്രമാണ് മാറി നിൽക്കുന്നത്. BJPക്കാർക്ക് ടോളിനെതിരെ മാറി നിന്നപ്പോൾ കുമ്പള പഞ്ചായത്തിലെ ജനങ്ങൾ തന്നെ 4 സീറ്റ് കുറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തക്കതായ പാഠം പഠിപ്പിക്കുമെന്നാണ് ഇക്കാര്യത്തിൽ അവര് ഒളിച്ചു കളിക്കുമ്പോൾ പറയാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് രാഷ്ട്രീയമായും ഉള്ള ഒരു പോരാട്ടമായി മാറുന്നു. സത്യത്തിനും മഞ്ചേശ്വരത്തിന് പൊതുവെ വികസന കാര്യങ്ങൾ ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല. ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, കാസർഗോഡിന്റെ എന്ത് വിഷയമെന്നാൽ ഞങ്ങൾ 2 MLA-മാർ നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി നിയമസഭയിൽ സംസാരിച്ച ആളുകളാണ്. ഇക്കാര്യത്തിൽ BJPക്കാരെ നമ്മൾ വിളിച്ചു, ആക്ഷൻ കമ്മിറ്റിക്ക് വിളിച്ചു, നിരന്തരമായി കോണ്ടാക്ട് ചെയ്തു. BJPക്കാർക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ, ജയിച്ചില്ല എങ്കിൽ എങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാം എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ നാട്ടുകാർക്ക് ഈ ടോൾ ബൂത്തിലൂടെ BJP നൽകിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണിത്. എന്തായാലും ടോൾ പിരിവിനെതിരെ ശക്തമായ സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ രാഷ്ട്രീയമായും അത് BJPയെ വലിയ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. അനിശ്ചിതകാല സത്യാഗ്രഹം അതാണ് ഇപ്പോൾ AKM അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ ഈ ആരിക്കാടി ടോൾ പ്ലാസയ്ക്ക് സമീപം ആരംഭിച്ചിട്ടുള്ളത്. KB ബൈജു, News 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.